പുതിയ സിനിമാ നയരൂപീകരണത്തിനായി സർക്കാർ സംഘടിപ്പിച്ച 3 ദിവസത്തെ ശില്പശാലയിൽ വിമൻ ഇൻ സിനിമ കളക്ടീവിനെതിരെ നടന്നത് കടന്നാക്രമണമായിരുന്നു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ലിംഗസമത്വം സംബന്ധിച്ച സെഷനിൽ പുരുഷന്മാർക്ക് പുറമെ വനിതാ അഭിനേതാക്കളും WCCയെ പരോക്ഷമായി അധിക്ഷേപിച്ചു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നാരോപിച്ച് നടി രേവതി ആദ്യ ദിനം കഴിഞ്ഞയുടൻ തിരികെ മടങ്ങി. സമഗ്രമായ സിനിമാ നയത്തിനു വേണ്ടി സംഘടിപ്പിച്ച കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ പ്രധാനമായും ചർച്ചയായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സ്ത്രീ സമത്വവും മാത്രം. യഥാർത്ഥ നയം ചർച്ചയായിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണനും ശ്രീകുമാരൻ തമ്പിയും ഉയർത്തിയ വിവാദങ്ങളും നാണക്കേടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് നടത്തിപ്പിൽ തീർത്തും അതൃപ്തനാണ്. സാംസ്കാരിക മന്ത്രിയെ ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ടറിയിക്കും. സിനിമാ കോൺക്ലേവിന്റെ ആദ്യ ദിനം സംഘടിപ്പിച്ച സിനിമാ മേഖലയിലെ ലിംഗനീതി എന്ന സെഷനിൽ പാനൽ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ രേവതി വേദിയിലെത്തിയ ഉടൻ തന്നെ വിമതസ്വരമുയർത്തി. സ്റ്റേജിന്റെ പിന്നിൽ ഒരുക്കിയിരുന്ന കൂറ്റൻ കട്ടൗട്ടിൽ നിരവധി പുരുഷന്മാരുടെ ചിത്രത്തോടൊപ്പം 3 സ്ത്രീകൾ മാത്രമാണുള്ളതെന്നായിരുന്നു ആദ്യ പരാതി. അതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും നടി സുഹാസിനെയും തിരിച്ചറിഞ്ഞ രേവതി മൂന്നാമത്തെയാളെ തനിക്ക് അറിയില്ലെന്നും പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ചിത്രമായിരുന്നു അത്. രാഷ്ട്രീയക്കാരുടെ കോൺക്ലേവ് ആണോ എന്ന സംശയമാണ് ഇതിലൂടെ രേവതി ഉയർത്തിയത്. PK റോസി, VS സരോജ, മിസ് കുമാരി തുടങ്ങിയ നടിമാരിലാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത്. നെയ്യാറ്റിങ്കര കോമളമടക്കമുള്ളവരുടെ നാടാണ് തിരുവനന്തപുരം. എന്നാൽ സിനിമാ നയരൂപീകരണത്തിന്റെ ബാക്കിലെ ഫ്ലെക്സിൽ നിറഞ്ഞത് രാഷ്ട്രീയക്കാർ മാത്രമായിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ കൊളാഷാണ് അവിടെ വെച്ചത്. ഇതേറെ വിവാദമായിട്ടുണ്ട്. ഇതാണ് രേവതി കളിയാക്കിയതും. രേവതിക്കൊപ്പം നടി സുഹാസിനി, എഡിറ്റർ ബീന പോൾ, സാമൂഹ്യ പ്രവർത്തക ശീതൾ ശ്യാം, സംവിധായകൻ സോഹൻ സീനുകുമാർ എന്നിവരും പങ്കെടുത്ത ചർച്ചയിൽ സ്ത്രീകളായ സിനിമാ പ്രവർത്തകർക്ക് പ്രസവാവധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. തുടർന്ന് പങ്കെടുക്കാനെത്തിയ നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ ഇതിനെതിരെ പരോക്ഷമായ മറുപടിയും നൽകി. പ്രസവാവധി ഉൾപ്പെടെ നൽകുമ്പോൾ കോടികൾ മുടക്കുന്ന നിർമ്മാതാവിനെ കൂടി ഓർക്കണമെന്നായിരുന്നു രഞ്ജി പണിക്കരുടെ മറുപടി. അവധിയെടുക്കുമ്പോൾ സമയബന്ധിതമായി എഡിറ്റിംഗ് കൂടി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതില്ലേ എന്നും എഡിറ്ററായ ബീന പോളിനോട് രഞ്ജി പണിക്കർ ചോദിച്ചു. ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു ബീന പോളിന്റെ മറുപടി. ചർച്ച തുടരുന്നതിനിടയിൽ നടി സുഹാസിനിയും WCCയെ കളിയാക്കി. മലയാള സിനിമയിൽ സ്ത്രീ സമത്വമില്ലെന്ന് പരാതിപ്പെടുന്നവർ WCCയിൽ അംഗത്വം എടുത്താൽ അത് ലഭിക്കേണ്ടതില്ലേ എന്നും സുഹാസിനി ചോദിച്ചിരുന്നു. അതിനും ബീന പോൾ നിശബ്ദത പാലിച്ചപ്പോൾ രേവതി മറുപടിയുമായി ചാടി എണ്ണീറ്റു. അംഗത്വം എടുത്താൽ പിന്നീട് സിനിമ കിട്ടില്ലെന്നായിരുന്നു രേവതിയുടെ അഭിപ്രായം. പരിപാടിയിൽ പങ്കെടുത്ത നടി അൻസിബ അമ്മയ്ക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന പരാതിയാണ് ഉന്നയിച്ചത്. ഒരു പ്രമുഖ നടിയുടെ ഇംഗ്ലീഷ് പ്രസംഗവും വിമർശനം വിധേയമായി. പ്രസംഗം തുടരുന്നതിനിടെ നടൻ ഭീമൻ രഘുവാണ് ചാടി എണ്ണീറ്റത്. ഇത് മലയാള സിനിമ സംബന്ധിച്ച പരിപാടിയാണെന്നും ഇവിടെ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെന്നും രഘു തുറന്നടിച്ചു. കുണുകുണ ചർച്ചയാണ് നടക്കുന്നതെന്നും രഘു കൂട്ടിച്ചേർത്തിരുന്നു. സംസാരിക്കാൻ എല്ലാവർക്കും അവസരം നൽകണമെന്നും രഘു ആവശ്യപ്പെട്ടു. അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് രഘു സെഷനിൽ നിന്നിറങ്ങി പോവുകയായിരുന്നു. സമഗ്രമായ ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടി എന്ന നിലയിൽ മലയാള സിനിമയുടെ നിർമ്മാണം, പ്രദർശനം, വിതരണം തുടങ്ങിയ മേഖലകളിലുള്ള പ്രഗത്ഭരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായി 75ഓളം സംഘടനകളുമായി 20 ഘട്ടങ്ങളിൽ ചർച്ച നടത്തുകയും 500-ൽ പരം വ്യക്തികളുമായി മുഖാമുഖം നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിനായി ഒരു സംസ്ഥാന സർക്കാർ ഇത്രയും വിശാലമായ ഒരു ജനാധിപത്യ വേദി ഒരുക്കിയത്. 2 ദിവസങ്ങളിലായി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട 10 പ്രധാന വിഷയങ്ങളാണ് ചർച്ച നടന്നത്.